يا مكة ما أطيبك بشجون همس الهادي. ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരുന്നത് ഈ ഒരു ഗോത്രത്തിന്റെ ആ ഒരു ദുരഭിമാനം അല്ലെങ്കിൽ ഒരു ഗോത്ര ട്രൈബലിസത്തിന്റെ പേരിലാണെങ്കിൽ വരണം. നേരെ മറിച്ച് ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടിട്ടാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. UAE വാഫി അലുംനി പരിശുദ്ധ റബീഉനോട് സംബന്ധിച്ച് UAE വാഫി അലുംനി അസോസിയേഷൻ പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2-ലെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ല് എന്ന് പറയാൻ കഴിയുന്ന ഹിജ്റയുടെ പാഠങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 6ാമത്തെ എപ്പിസോഡിൽ ഹിജ്റയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട്. ബഹുമാനനായ ഹാഫിൽ സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈ എപ്പിസോഡിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. നൗഫൽ വാഫി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഹിജ്റയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല മക്കയിൽ നിന്ന് മദീനയിലെത്തി. അങ്ങനെ മദീനയിലെത്തി അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മദീനയിൽ എല്ലാവരും വേഗം വേഗം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. മക്കയിൽ നിന്ന് വ്യത്യസ്തമായി മദീനയിൽ എല്ലാവരും വേഗം വേഗം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. മദീനയിലെത്തിയ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് കേന്ദ്രീകരിച്ചാണ് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദീനയിലെ ദാറുൽ അർഖം അറിയാവുന്നതാണല്ലോ. അപ്പം അവിടെ ഈ പ്രബോധന പ്രവർത്തനം മുഖേന ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ ഈ ഒരു ഇസ്ലാമിക ആശ്ലേഷണത്തിൻ്റെ ആ ഒരു ഏകദേശ ചിത്രം ലഭിക്കാനായി ആ കാലഘട്ടത്തിൽ അഥവാ അവിടെ നടന്ന പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങൾ വിവരിക്കാം. ആ ഒരു സംഭവം വിവരിക്കുന്ന നേരം എങ്ങനെയാണ് അവിടെ ഇസ്ലാം വ്യാപിച്ചത് എന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് ഈ ചരിത്രത്തിൽ വരുന്നത് 4 ആളുകളാണ്. ഒന്ന് പറയപ്പെട്ടതുപോലെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുനെ അക്കമഡേറ്റ് ചെയ്ത അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല ഈ 2 ആളുകളാണ് ഒന്നാമതായിട്ടുള്ളത്. അവരിരുവരും മുസ്ലിങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്നത് സഅദ് ഇബ്നു മുആദ്, അതുപോലെ തന്നെ ഉസൈദ് ഇബ്നു ഹുദൈർ. അവരിരുവരും ഈ സാഹചര്യത്തിൽ മുസ്ലിം ആയിട്ടില്ല. അവരുടെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ കഥയാണ് നമ്മൾ പറയാൻ അവരുടെ ഇസ്ലാം ആശ്ലേഷണം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിയാലേ ആ ഇസ്ലാം വ്യാപിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഏകദേശ ചിത്രം ലഭിക്കും. ഇവിടെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന അസ്അദ് റളിയല്ലാഹു തആല അൻഹും ഇങ്ങനെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ സഅദും അതുപോലെ തന്നെ ഉസൈദും റളിയല്ലാഹു തആല അൻഹും അവര് ഈ 2 ആൾക്കാരെ കാണുന്നത്, മുസ്ലിം ആയിട്ടുള്ള മുസ്അബിനെയും മറ്റുള്ളവരെയൊക്കെ കാണുന്നത്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇവർ മക്കയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ വെഡ്ഡികളാക്കുകയാണ്. അഥവാ അവരൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞാല് വഴി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്കൊരു തടയിടണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സഅദ് റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇവരൊന്ന് ശരിയാക്കണം, അതായത് അവരെ വധിക്കണം, അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രബോധനം നിർത്തണം. ഇതിന് തുടരാൻ പറ്റില്ല. അതിനെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചിലപ്പോൾ ഒരു പക്ഷെ കൊല്ലലാവാം, അല്ലെങ്കിൽ എന്താണ് ആക്രമിക്കലാവാം, അങ്ങനെ എന്തും ആവാം. നിങ്ങൾ ഏതായാലും അതിന് മുൻകൈ എടുക്കണം, പരിഹാരം കണ്ടിരിക്കണം എന്നാണ്. കാരണവും അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാല് സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്,
അസ്അദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, മുസബിനെ അക്കമഡേറ്റ് ചെയ്തത്, അവര് ഈ അസദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മാതൃ സഹോദരി പുത്രനാണ്, ഉമ്മയുടെ സഹോദരിയുടെ മകനാണ്. അപ്പോ നേരെ അദ്ദേഹം പോയി ഇതിലൊരു തീരുമാനമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കുടുംബപരമായിട്ടുള്ള പ്രശ്നം. അവർക്ക് കുടുംബപരമായ പ്രശ്നം ഭയങ്കര അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന ഒരു പരിപാടി. അതെ, അവരൊരിക്കലും ചെയ്യുകയാണെങ്കിലും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളുകൾ. അതെ, ഇസ്ലാമൊക്കെ അതിലൊക്കെ അപ്പുറം കുടുംബം ഒരു തറവാട് അതുപോലെ ഒരു എലമെന്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പോയി പിന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസൈദ് റളിയല്ലാഹു തആല അൻഹും ദേഷ്യം പിടിച്ച് ഊരി പിടിച്ച കുന്തവും ഒക്കെ ആയിട്ട് അവരുടെ അഥവാ മുസ്ലിം ആയിട്ടുള്ള മുസബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും അതുപോലെ തന്നെ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹു ഇവരുടെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്നപ്പം തന്നെ അവർക്കൊരു അപകടം മണത്തിട്ടുണ്ട്. അപ്പോൾ മുസബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, ഈ വരവ് ഒരു നല്ല വരവല്ല, നിങ്ങൾ തയ്യാറായിട്ട് നിന്നോളൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. പക്ഷെ മുസബ് റളിയല്ലാഹു തആല അൻഹു ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ്. അതേ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്ത വ്യക്തിയാണല്ലോ, കുഴപ്പമില്ല, വന്നോട്ടെ, നമുക്ക് ഡീല് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേഷ്യം പിടിച്ചു വന്നപ്പോൾ മുസബ് റളിയല്ലാഹു തആല അൻഹു അവരോട് വളരെ പിന്നെ നൈർമല്യത്തോടു കൂടി അവരോട് ചോദിച്ചു, അവത്ത ജിലിസ് ഫതസ്മ, കുറച്ചിരുന്നൊന്ന് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവോ? ഫൈൻ റളിത, അദ്ദേഹത്തിന് ആ ഒരു ഇടപെടൽ തന്നെ ആയിരിക്കും ഇസ്ലാം പെട്ടെന്ന് ഇത്രയും കൂളായിട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമാറ്റിക് കപ്പാസിറ്റി തന്നെയാണ് ഇത്രയും വലിയൊരു സമൂലമായിട്ടുള്ള മാറ്റം മദീനയിൽ പക്ഷേ ജീവൻ പോലും അപകടം വരുന്ന സാഹചര്യമാണ്. അങ്ങനെ മുസബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്ന് ഇരിക്കോ, സംസാരിക്കോ. എന്നിട്ട് പറയാണ്, ഫൈൻ റളീത അംറൻ ഖബീൽതു, ഈ ഒരു വിഷയം ആക്സെപ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം. വഇൻ കരിഹ്തഹു കുഫാൻ കമാ തക്റു, ഇനി ഇൻ കേസ് ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അപ്പോ കൊല്ലാൻ വേണ്ടി വന്ന ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിന് തോന്നി, ഇതൊരു കാര്യമാണല്ലോ, പിന്നെ ഇല്ലേ, പിന്നെ കേട്ടു നോക്കാമല്ലോ, കാരണം അതൊരു മാന്യത ആണല്ലോ. അങ്ങനെ അദ്ദേഹം കേട്ട് ഇരിക്കാൻ പിന്നെ മുസബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കാൻ തയ്യാറായപ്പോൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു, ഖുർആനൊക്കെ ഓതി കൊടുത്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന് മുഖമൊക്കെ മാറി നേരെ ഇസ്ലാമിലേക്ക് കടന്നു വരിക ചെയ്തത്. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഉമർ അതെ, ഖുർആൻ കേൾക്കി കൊല്ലാൻ വേണ്ടി വരുന്നവരാണ്, ഖുർആൻ കേൾക്കി നേരെ യൂട്ടേൺ അടിച്ച് മറ്റൊരു ദിശയിലൂടെ സഞ്ചരിക്കുന്നത്. അതന്നെ അവിടെയും സംഭവിച്ചത്. അത്ഭുതകരമായ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതേ പറഞ്ഞു, ഓക്കെ, ഇത് നല്ലൊരു കാര്യമാണ്, എനിക്കിത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ശുദ്ധിയാവുക, പിന്നെ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ചു വരിക. അങ്ങനെ അവര് നിസ്കരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ആര് കൊല്ലാൻ വേണ്ടി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അയച്ച കൊല്ലാൻ വേണ്ടി വന്ന ഉസൈദ് റളിയല്ലാഹു തആല അൻഹു അതോടുകൂടി മുസ്ലിമായി, അവിടെ വെച്ച് മുസ്ലിമായി. അങ്ങനെ ഉസൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെപ്പോ വിട്ടത് സഅദ് ഇബ്നു മുആദാണ്, അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ നേതാവാണ്, അത് ബനു അശ്ഹൽ ഗോത്രത്തിന്റെ നേതാവായിരുന്നു, അദ്ദേഹം മദീനയിലെ വലിയൊരു നേതാവാണ്. അദ്ദേഹത്തെയും കൂടി നിങ്ങൾക്ക് ഈ ഒരു വിഷയം കൺവിൻസ് ചെയ്യിക്കാൻ സാധിച്ചാല് അദ്ദേഹത്തിന്റെ ഗോത്രം മുഴുവനായിട്ട് ഇസ്ലാമിലേക്ക് വരും, അതുപോലെ വലിയൊരു ചേഞ്ചസ് മദീനയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നേതാക്കന്മാരുടെ ഒരു പവറാണത്. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും, അഥവാ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ എങ്ങനെയെങ്കിലും ഈ രണ്ടാൾക്കാരുടെ അടുത്തേക്ക്, അഥവാ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും അതുപോലെ തന്നെ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അടുത്തേക്ക് എത്തിക്കണം. അങ്ങനെ അദ്ദേഹം അതിനൊരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഡയറക്റ്റ് പോയിട്ട് പറഞ്ഞാൽ നിങ്ങൾ പോയി മുസ്ലിം ആയിക്കോളി എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതിനൊരു ടെക്നിക്ക് ഉപയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മാതൃ സഹോദരി പുത്രനായതുകൊണ്ട് പിന്നെ അസ്അദ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ബനു ഹാരിസ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് ദേഷ്യം വന്നു. എന്റെ മാതൃ സഹോദരി പുത്രനെ വധിക്കാനാണ് അവര് തുനിയുന്നതെന്ന് ചോദിച്ച് ദേഷ്യം പിടിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ അഥവാ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെ അസദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹുവിന്റെയും മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. അവര് വളരെ കൂളായിട്ടാണ്. അപ്പൊ മനസ്സിലായി, ഇത് പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ലാതെ ആക്ച്വലി അങ്ങനെ വധിക്കാനുള്ള പദ്ധതി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോടും അഥവാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോടും അതേപോലെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞത്, അവതഖഉദ് ഫതസ്മഅ, ഒന്ന് ഇരുന്ന്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒന്ന് ഇരുന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവോ? ഫഇൻ റളീത അംറൻ വറഗിബ്ത ഫീഹി ഖബിൽതഹു, ഈ ഒരു കാര്യം താങ്കൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഓക്കെ, ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് വിട്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അവരൊക്കെ ഒരു ഗോത്രത്തിന്റെ നേതാക്കന്മാരാണ്, അല്ലാതെ നേതാവ് ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് പിന്നെ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹത്തിനും ഈ ഒരു വിഷയങ്ങളൊക്കെ ഇസ്ലാം ബോധ്യപ്പെടുത്തി. ഇതില് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാല് വളരെ അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ കണിശത കാണിച്ചിരുന്ന ഈ ആളുകൾ ഇസ്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർ കാണിച്ച ഈ ഒരു മനസ്സുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ കാലത്ത് പലപ്പോഴും ആളുകൾ കേൾക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എന്താണ് വിഷയം മാറ്റി നിർത്താൻ നമുക്ക് പെട്ടെന്ന് കഴിയും. പക്ഷെ അയാളെ കേൾക്കാൻ നമ്മൾ തയ്യാറാവാറില്ല. അതെ, കേൾക്കാൻ തയ്യാറായാല് പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ. അതാണ് ഇവര് ഇപ്പൊ കേൾക്കാൻ തയ്യാറായി, അതോടുകൂടി ഇസ്ലാം സ്വീകരിക്കാൻ അവര് തയ്യാറായി. പിന്നെ ഖുർആൻ തന്നെ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ എന്ന് പറയാം, കേൾക്കുന്നവർക്ക്. അപ്പോ അവിടെ പറഞ്ഞത് നമ്മൾ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുള്ളൊരു ശാന്തമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാം. ഏതായാലും ഇവിടെ ഇത് കേട്ടുടനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി. അപ്പോൾ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹും അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല രണ്ടുപേരും പ്രബോധനം അവിടെ നിർത്തിക്കളയണമെന്ന് തീരുമാനിച്ചവരാണ് നേരെ യൂട്ടേൺ അടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെയാണ് മുസ്തഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു ആൾക്കാരെ വശീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പവറാണ് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആരോടൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുവോ അവരൊക്കെ പെട്ടെന്നൊരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മദീനയിലുള്ളത്. അതൊന്നുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്നാണ് തോന്നുന്നത്. കാരണം അതൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചല്ലോ. അങ്ങനെ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ നേതാവാണ്, ബനു അശ്ഹൽ ഗോത്രത്തിന്റെ. അങ്ങനെ ബനു അശ്ഹൽ ഗോത്രത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇനി നിങ്ങളൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കണം. ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ ആരും എന്നോട് സംസാരിക്കുകയൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നേതാവ് പറയുന്നേരം പിന്നെ അവർക്ക് വേറൊന്നും ആലോചിക്കാനില്ല, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ആ ഒരു സ്പോട്ടിൽ അവരും എല്ലാവരും ഇസ്ലാം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം വ്യാപിക്കുന്നത് തന്നെ തീർത്തും സമാധാനപരമായി ഈ ഒരു ആദർശത്തിന്റെ ഒരു അന്തസത്ത ഉൾക്കൊണ്ടാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇവിടെ നമ്മളൊരു വേറൊരു ചരിത്രം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ബനു അശ്ഹൽ ഗോത്രത്തിലെ മഹാഭൂരിപക്ഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചരിത്രം പറയുന്നത് എല്ലാവരും വന്നു, പക്ഷെ ഉസൈരിം എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടില്ല. ആ വരാത്തത് തന്നെ അവർക്ക് വലിയൊരു ടെൻഷനായിരുന്നു. കാരണം എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അദ്ദേഹം മാത്രം ഇസ്ലാമിലേക്ക് ഗോത്രത്തിന് പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം വന്നിട്ടില്ല. അവസാനം അദ്ദേഹം മുസ്ലിം ആവുന്നത് ഉഹദ് യുദ്ധ സന്ദർഭത്തിലാണ്. ഉഹദ് യുദ്ധത്തിന് ഇവർക്ക് പോണേരം ഉസൈരിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പിന്നെ നിങ്ങൾ യുദ്ധത്തിന് പോകല്ലേ, ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരുന്നത് ഈ ഒരു ഗോത്രത്തിന്റെ ആ ഒരു ദുരഭിമാനം അല്ലെങ്കിൽ ഒരു ഗോത്ര ട്രൈബലിസത്തിന്റെ പേരിലാണെങ്കിൽ വരണ്ട, നേരെ മറിച്ച് ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടിട്ടാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ വരണ്ടാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിന്റെ ആദർശം ശരിക്കും ഉൾക്കൊണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു സമയത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാല് സുബഹി നിസ്കാരത്തിന്റെ ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് ളുഹർ നിസ്കാരത്തിന്റെ മുമ്പായിട്ട് വഫാത്താവുകയും ചെയ്തു, ഷഹീദാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു തവണ പോലും നിസ്കരിക്കാതെ സുജൂദ് ചെയ്യാതെ സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ ഭാഗ്യം ലഭിച്ച ഉസൈരിം റളിയല്ലാഹു തആല അൻഹു. ഇതും അതിന്റെ ഒരു ചരിത്ര ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് അടുത്ത കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ, എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോ രണ്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ കഥയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഇതുപോലെ ഒരുപാട് മഹത്തുക്കളായ സ്വഹാബികളുടെ ഇസ്ലാം ആശ്ലേഷണങ്ങളും അതുപോലെ ഹിജ്റയുടെ കണ്ണു നനയിപ്പിക്കുന്ന കഥകളും ഒക്കെ ഇനിയും നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ലിൽ ഹബീബ് സീസൺ 2 അടുത്തൊരു എപ്പിസോഡ് കൂടി ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, കൃത്യമായി നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وطريق الظلم سيطوى ويشق سبيل النور لفجر الدعوى نتخلى لكن نمضي لنهز بقاع الأرض نتألم لكن ذاك مخاض الصحوى يا مكة ما أطيبك بشجون همس